السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد. ബഹുമാനികളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടുത്തെ ഹദീസിൽ കാണാൻ കഴിയും, അദ്ദിബു ഔലാദുക്കും അലാ സലാസി ഖിസാൽ. 3 കാര്യങ്ങൾ നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം. അത് ചെറുപ്പത്തിൽ നാം പഠിപ്പിച്ച് കൊണ്ടുവരേണ്ടതാണ്. അവർക്കതിനുള്ള അദബ്, മര്യാദ നാം നുകർന്നു കൊടുക്കണം. ഒന്നാമത്തെ പോയിന്റ്, ഹുബ്ബി നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ നേതാവ് നബിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പഠനം, അവിടത്തോടുള്ള മഹബത്ത്, സ്നേഹമാണ് പകർന്നു കൊടുക്കേണ്ടത്. അത് ചെറുപ്പത്തിലെ നമ്മുടെ മക്കൾക്ക് നാം പകർന്നു കൊടുക്കണം. അതിനു വേണ്ട സാഹചര്യം നാം ഒരുക്കണം. അതിനുള്ള ഒരു സാഹചര്യം, അന്തരീക്ഷം സൃഷ്ടിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഉദാഹരണം, നാം കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാവണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, വീടുകളിൽ കുട്ടികൾ ഒരുമിച്ചിരുത്തി സ്വലാത്തിൻ്റെ മജ്‌ലിസ് ഒരല്പസമയം വേണ്ടു. അത് ശീലമാക്കിയാൽ വലിയ സന്തോഷം കുടുംബത്തിൽ ലഭ്യമാകും. അങ്ങനെയുള്ള മഹബത്ത് നാം ചെറുപ്പത്തിൽ കുത്തിവെക്കണം. രണ്ടാമത്തെ പോയിന്റ്, വഹുബ്ബി അഹ്ലി ബൈത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോടുള്ള സ്നേഹമാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന സയ്യിദന്മാർ, തങ്ങന്മാർ എന്ന് പറയും, അവരോടുള്ള മഹബത്ത്, സ്നേഹം നാം വർദ്ധിപ്പിക്കണം. അത് നമ്മുടെ മക്കൾക്ക് നാം കൂട്ടിക്കൊടുക്കണം. അത് ഏതെല്ലാം രൂപത്തിൽ നമുക്ക് കഴിയും. ഒരു സയ്യിദിനെ കണ്ടാൽ മകനെ അല്ലെങ്കിൽ മകളെ, അത് തങ്ങളാണ്, സയ്യിദാണ്, ബഹുമാനിക്കണം, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം എന്നൊക്കെ പറഞ്ഞ് മക്കൾക്കതിൻ്റെ ഒരു സ്ഥാനം പകർന്നു കൊടുക്കണം. അതിനോടുള്ള മഹബത്ത് ഉണ്ടാക്കിയെടുത്താൽ അത് വലിയ തൗഫീഖും വലിയ സ്ഥാനവും ജീവിതത്തിൽ ഉടനീളം അതിൻ്റെ സന്തോഷവും ലഭ്യമാകും. മൂന്നാമത്തെ പോയിന്റ്, വഖിറാഅത്തിൽ ഖുർആൻ. നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കലാണ്. ഖുർആൻ പഠിപ്പിക്കൽ അത് വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. ചെറുപ്രായത്തിലെ കുട്ടികളെ നാവിൽ നിന്ന് ഖുർആന്റെ മധുരം നാം കേൾക്കണം. അത് 3 വയസ്സ് മുതൽക്ക് തന്നെ ഇപ്പോൾ സാഹചര്യങ്ങളുണ്ട്, എല്ലാ അർത്ഥത്തിലുമുണ്ട്. അങ്ങനെയുള്ള ഒരു ഖുർആൻ പഠനം, നാം ഖുർആൻ ഓതുന്നവരാകണം. ആ ഖുർആൻ നമ്മുടെ മക്കൾ കേട്ടുകൊണ്ട് പഠിക്കുന്നു. അപ്പോൾ ഖുർആന്റെ നിയമങ്ങൾ അനുസരിച്ച്, അറബിയിൽ അതിന് തജ്വീദ് എന്ന് പറയും, ആ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണം. നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാണ്, പക്ഷേ എത്രമാത്രം തജ്വീദ് നിയമങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് പരിശോധിക്കണം നമ്മളൊക്കെ. അങ്ങനെ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണം, അത് മക്കളെ പഠിപ്പിക്കണം. ഖുർആൻ അത് ശുപാർശ ചെയ്യും. അത് ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും ഉപകാരപ്പെടുന്ന അമലാണ്, പ്രവർത്തനമാണ് ഖുർആൻ പാരായണം. നമ്മുടെ ലൈഫിൽ, ജീവിതത്തിൽ ഉടനീളം അതുണ്ടായിരിക്കണം. ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്ത ദിവസം ഉണ്ടാവരുത്. എല്ലാ ദിവസവും ഖുർആൻ എടുത്തു ഓതണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, കുട്ടികൾക്ക് ഈ 3 വിഷയങ്ങളും ചെറുപ്പത്തിലെ പകർന്നു നൽകിയാൽ നാം വലിയ ഭാഗ്യവാന്മാരാണ്. അതിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. മാത്രമല്ല, പ്രഥമ ബാധ്യതയാണ്, നിങ്ങൾ നോക്കി, ഖുർആൻ പഠിപ്പിക്കൽ, ഈ വിഷയങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ. നിസ്കാരത്തിന് മുമ്പ് തന്നെ മക്കളെ പഠിപ്പിക്കേണ്ടത് ഫത്ഹുൽ മുഈനിൽ കാണാൻ കഴിയും. വഅവ്വലു വാജിബിൻ അലൽ ആബാ. രക്ഷിതാക്കൾക്ക് പ്രഥമമായി നിർബന്ധമുള്ളത്, അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഇസ ബിമക്കത വദുഫിന ബിൽ മദീന. നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലാണ് ജനിച്ചത്, മദീനയിലാണ് വഫാത്തായത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് റസൂലുള്ളാഹിനോടുള്ള പഠനങ്ങൾ ചെറുപ്രായത്തിലേ നാം കൊടുത്താൽ ആ മക്കൾ വഴിതെറ്റൂല. അവർ മഹബത്തിലായി ജീവിച്ച്
നമുക്ക് ഉപകാരപ്പെടുന്ന വഴിക്ക് നടത്താൻ കഴിയും. അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും നന്നാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.